സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു വർഷം മുന്നേ PM വിശ്വകർമ്മയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ PM വിശ്വകർമ്മ, അതായത് പ്രൈം മിനിസ്റ്ററുടെ ഒരു പദ്ധതിയായിരുന്നു. നമ്മുടെ കേന്ദ്രത്തിൻ്റെ കൈത്തൊഴിലായിട്ടുള്ളവർക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ID കാർഡ്, പിന്നെ ഒരു 10 ദിവസം 8 ദിവസത്തെ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവത്തിനായിട്ട് നമ്മൾ പോയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഒരു സ്വന്തക്കാർ കൂട്ടുകാരെല്ലാം കൂടെ ഒരു 4-5 പേര് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി 10-40 പേര് ഒരു ക്ലാസ് ആയിരുന്നു. അത് ഒരു വർഷം മുന്നേ പോയത്. അപ്പോൾ അതിൽ ഒരു പോയ സമയത്ത് നമുക്ക് ഒരു ദിവസം സ്റ്റൈഫൻഡ് വെച്ചിട്ട് ഇങ്ങനെ 5000 രൂപ അത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളായി മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ലോണുണ്ട്, 1 ലക്ഷത്തിൻ്റെ ലോൺ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു എന്താ കിട്ടും, കേന്ദ്രത്തിൻ്റെതല്ലേ, ജസ്റ്റ് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയത്. അപ്പോൾ അത് പോയി ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 3 മാസങ്ങളായി. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15,000 രൂപ വൗച്ചർ എടുത്ത് ടൂൾ കിറ്റ് കിട്ടുമെന്ന് പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊറിയർ വഴി അവങ്ങനെ പോസ്റ്റ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ടൂൾ കിറ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി അതിപ്പോൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക. നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ തന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ ആ രീതിയിൽ നോക്കുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇനിയും ഇപ്പോൾ പറയുവാണ്, ഇനിയിപ്പോൾ ഈ സംഭവം, ഈ ഒരു പദ്ധതി ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നതാണ്. അതെനിക്ക് ക്ലിയർ അറിയത്തില്ല. അത് തിരക്കുക, നിങ്ങൾ അക്ഷയയിലൊക്കെ പോയി തിരക്കാൻ മനസ്സിലാവത്തുള്ള. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് എല്ലാവരും ഇതെന്താണെന്ന് വെച്ച് ഇത് വിനിയോഗിക്കുക, ഉപയോഗമുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയ ബോക്സിനകത്താണ്, ഈ ബോക്സിലാണ് നമ്മൾ സാധനം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് അവിടെ പോയി ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അതിനകത്ത് വലിയൊരു നല്ലൊരു സൂപ്പർ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബാഗ് ട്രോളി ബാഗാണ്. നല്ല ബാഗ് ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും ഇത്രയും മെഷീൻ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അത് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു എംബ്ലം എല്ലാം പതിച്ചിട്ടൊരു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എംബ്ലം എല്ലാം പതിച്ചിട്ടൊരു കമ്പനിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫുള്ള് സെറ്റാണ് കേട്ടോ സാധനം. അതായത് ബാഗ് നിറച്ച സാധനം സെറ്റായിട്ട് അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. ആ ടോപ്പിലിരുന്നത് ഡ്രിൽ മെഷീനും അതിൻ്റെ ടൂൾ സെറ്റുമായിട്ടുള്ള ബോക്സാണിത്. നമുക്ക് ആദ്യം അതെടുത്ത് മാറ്റി വയ്ക്കാം. അത് വെയിറ്റുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തത് ട്രിമ്മറാണ്. ട്രിമ്മർ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം പൊട്ടിക്കുമ്പോൾ കിട്ടിയത് ബോക്സിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടിയത് അതിൻ്റെ സ്കെയില്, ഒരു കാർബൺ സെറ്റ്, അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ ടൈറ്റ് ചെയ്യുന്ന മെഷീൻ്റെ എല്ലാ ഐറ്റംസും അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു ബോക്സ് പൊട്ടിച്ച് അതിനകത്തുള്ള എല്ലാം ഓപ്പണാക്കി കളയാതെ എല്ലാം സുരക്ഷിതമായിട്ട് തന്നെയാണ് എല്ലാം വച്ചിരിക്കുന്നത്. നമ്മളൊരു കടയിൽ ചെന്ന് പുതിയൊരു സാധനം എടുക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൽ ഇരിക്കുന്നത്. ഒന്നും പുറകിൽ വന്നതുകൊണ്ട് അതിൽ പറയാതിരിക്കാൻ വയ്യ. അത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നത്. ഓൺ ചെയ്ത് നോക്കി കേട്ടോ മെഷീൻ, നല്ല സെറ്റാണ് സാധനം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മെഷീനിന് നമുക്ക് നല്ല മാർക്ക് തന്നെ കൊടുക്കാം. ഓക്കെയാണ്. പിന്നെ നമുക്കുള്ളത് 2 ഗ്ലൗസ്, കയ്യറ, നല്ല മെഷീനിൽ ഇടാൻ പറ്റിയ 2 കയ്യറ. മെഷീൻ്റെ പണി സമയത്ത് നമുക്ക് കൈക്ക് സേഫ്റ്റി ആയിട്ട് ഇടാൻ പറ്റിയതാണ്. പിന്നെ ഒരു കണ്ണാടി, അതായത് കണ്ണിൽ നമുക്ക് പൊടിയൊന്നും അടിക്കാതെ സേഫ്റ്റി ഗ്ലാസ് ഫുള്ളായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെവിക്ക് സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ സേഫ്റ്റി എല്ലാം നോക്കി തന്നെയാണ് നമുക്ക് മെഷീൻ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തെടുക്കാനുള്ളത് നല്ലൊരു ഹാൻഡ് ബ്ലൈനറാണ് കേട്ടോ. ഹാൻഡ് ബ്ലൈനർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫുൾ സെറ്റ് സാധനമുണ്ട്. നല്ല പാക്കിങ്, നല്ല ഇതായിട്ട് വെച്ചിരിക്കുന്നത്. 3 ഇഞ്ചിൻ്റെ ഹാൻഡ് ബ്ലൈനറാണ് കേട്ടോ അത്. അത്യാവശ്യം ക്വാളിറ്റി വെയിറ്റും എല്ലാം ഉള്ള മെഷീനാണ്. കൊള്ളാം, എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല അത്യാവശ്യം സ്മൂത്തായിട്ട് മെഷീൻ ഇറങ്ങുന്നത്, ലോഡൊക്കെ എടുക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതും ഓക്കെ പറയാം. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള മെഷീൻ തന്നെയാണ്. പിന്നെ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ കട്ടറാണ് കേട്ടോ. എനിക്ക് കിട്ടിയതിൽ മെഷീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കട്ടർ തന്നെയാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. വലിയ നമ്മൾ മക്കിത്തരയൊക്കെ മെഷീൻ വാങ്ങിക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ തോന്നുന്നത്. അത്രയും വെയിറ്റും ഏകദേശം ഉണ്ട്. കൊള്ളാം, നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം ലോഡൊക്കെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫുൾ സെറ്റ് സ്കെയിൽ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
ഇത് മാർബിൾ കട്ടറല്ല, ഒറിജിനൽ വുഡ് കട്ട് ചെയ്യുന്ന കട്ടർ തന്നെയാണ് എഞ്ചിൻ ഇടാൻ പറ്റിയത്. പിന്നെന്താ അതിൻ്റെ ഫുള്ള് സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കി, നല്ല സ്മൂത്തായിട്ടാണ് കറങ്ങിയത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സേഫ്റ്റി ഗാർഡ് എല്ലാം ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഹാൻഡിലേക്കുള്ള ടൈപ്പ് തന്നെയാണ്, നമ്മുടെ മക്കത്തേലും മറ്റേ ബോഷിലൊക്കെ വരുന്ന അതേ ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല മെഷീനായിരുന്നു കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നതെന്ന് വെച്ചിട്ട് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിലാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നല്ലൊരു ഗ്രൈൻഡർ മെഷീനാണ്. ഗ്രൈൻഡർ മെഷീൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഇത്രയും സാധനം കിട്ടിയ പോലെ നമ്മളെല്ലാം വിചാരിക്കും ഏറ്റവും കുറഞ്ഞ, അങ്ങനെ കുറഞ്ഞത് കൂടിയതിൻ്റെ അല്ല, നമുക്ക് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമ്മൾ ലോങ് ആയിട്ട് ഉപയോഗിക്കാം, എങ്കിലും നമുക്ക് നഷ്ടമില്ലല്ലോ. അത്യാവശ്യം അവർ പറഞ്ഞ് നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പിലായിരുന്നിട്ട് നമുക്ക് കിട്ടിയതല്ലേ. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് പറയേണ്ടത് സ്വിച്ച് ബോർഡാണ് കേട്ടോ. സ്വിച്ച് ബോർഡ് നല്ല ക്വാളിറ്റി സാധനം, അതായത് വയറും കൊള്ളാം, നല്ല അത്യാവശ്യം നീളമുള്ള വയറും. സ്വിച്ച് ബോർഡ് അതുപോലെ നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ തറയിൽ വെച്ചാലും തടിയൊന്നും വീണ് പൊട്ടത്തില്ല. നമ്മളെ സൈഡിൽ ഏറ്റവും കുഴപ്പമുണ്ടാകുന്ന ഒരു സംഭവമാണ് തടിയൊക്കെ ഒന്ന് പൊട്ടും. ഇത് തടി വീണാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാകാൻ നിൽക്കുമെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഉള്ള സ്വിച്ചാണ്, 4 വിഷം വരെ കൊടുക്കാൻ സമയത്ത്, അപ്പോൾ അതിൽ ഒതുക്കമുണ്ട്, കൊള്ളാം. പിന്നെ നമുക്ക് പറയണ ഈ ബാഗിനകത്ത് ഉള്ളത് ബാഗിനെ പറ്റി തന്നെ. ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, 2 സൈഡ് അറയൊക്കെ നല്ല ബാഗായിരുന്നു, ക്വാളിറ്റി ബാഗ്. അതായത് നല്ല വീലൊക്കെ ഉള്ള ട്രോളിയിലുള്ള ഇതൊക്കെ ഉള്ളതായിരുന്നു. ഹാൻഡിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അത് ചെയ്തിരിക്കുന്നത്, കൊള്ളാം. ഈ ബാഗ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ വെളിയിൽ എന്ത് വിലയാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതുപോലെയാണെന്ന് പറയാം. നമ്മളാരും ഈ ക്ലാസ്സിന് പോയ സമയത്ത് പോലും ആരും പ്രതീക്ഷിച്ചില്ല. അന്നങ്ങനെ പറയുന്ന സമയത്ത് നമ്മളാരും ശ്രദ്ധിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം കിട്ടുമെന്നും ഈ പദ്ധതി ഇങ്ങനെ നടപ്പിലാവുമെന്നും. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ലക്കാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിൽ പോകണമെന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്കുള്ള ഡ്രില്ലിൻ്റെ ടൂൾ കിറ്റിനകത്ത് പിന്നെ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചിറ്റിയില്ല, അത് മീഡിയം ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഫുൾ സെറ്റ് ഡ്രില്ലിൻ്റെ സെറ്റ് മെഷീൻ എല്ലാ ബിറ്റുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നൈഫ് ഉണ്ടായിരുന്നു, അത് മീഡിയം ക്വാളിറ്റിയാണ്. ഇതാ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, സ്ക്രൂ ഡ്രൈവറിൻ്റെയൊക്കെ സെറ്റ് ചെയ്യുന്ന മെഷീൻ്റെ ആ ഒരു സാധനങ്ങളാണ്. പിന്നെ സ്ക്രൂ, കുറച്ച് പ്ലഗ്, അതായത് ഫിഷർ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു മീഡിയം ക്വാളിറ്റി ടേപ്പ് 3 മീറ്ററാണ്, അതിന് കുഴപ്പമില്ല, അത് എത്ര അഴിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. പ്ലെയറും ആ ഒരു മീഡിയം ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല. സ്പാനർ അത്യാവശ്യം കുഴപ്പമില്ല, അതും വലിയ കുഴപ്പമില്ലാത്തൊരു കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറും വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന രീതിയിലല്ല, പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള തന്നെയാണ്. പിന്നെ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം കൊള്ളാം, നല്ല സാധനം ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഡ്രിൽ മെഷീൻ നല്ലതായിരുന്നു കേട്ടോ, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറും കുറഞ്ഞ മെഷീനായി കിട്ടുമോ എന്നാണ് സാധ്യത മനസ്സിൽ കണ്ടത്, എന്തെങ്കിലും കിട്ടിയാൽ തന്നെ. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു പ്രതീക്ഷ ആണല്ലോ, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെഷീനൊക്കെ തന്നെയായിരുന്നു. ഹാമറിങ്ങും എല്ലാം ഉണ്ട്, അത്യാവശ്യം ലോഡൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയ മെഷീൻ തന്നെയാണ്. ഇന്ന് നമ്മൾ എന്തും സൂക്ഷിച്ച് ഉപയോഗിക്കണം, അതുകൊണ്ട് ഓക്കെയാണ്. പക്ഷേ നമുക്കിതിങ്ങനെ കിട്ടിയതിൽ ഓക്കെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇത് കണ്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ എല്ലാവരും കണ്ടല്ലോ. PM വിശ്വമ്മയുടെ കിട്ടിയ എല്ലാ മെഷീനും അടിപൊളിയായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ കൊടുത്ത സമയത്ത്, ക്ലാസ്സിന് പോകുന്ന സമയത്തൊന്നും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും നല്ല മെഷീനുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പദ്ധതി നല്ലതാണ്. ഇനിയും ഇതിപ്പോൾ നിർത്തിവെച്ചേക്കുവാണ്, ഇനി സ്റ്റാർട്ടാവുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഇനി ഈ പദ്ധതിയെ യൂസ് ചെയ്യാൻ നോക്കുക, ജോലിക്കാരെല്ലാവരും പോവുക. ഇന്ന കാസ്റ്റിൻ്റെ അങ്ങനെ ഒന്നുമില്ല, ഇതെല്ലാ കൈത്തൊഴിൽ ചെയ്യണ എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഇത് വരുന്നവർ മാക്സിമം ഇത് പോയി ജോയിൻ ചെയ്ത് ഇതിൻ്റെ ക്ലാസ്സിന് പോയിട്ട് ഇതെല്ലാം ശരിയാക്കി എടുക്കുക. ടൂളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൂളാണ്, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വരെ. ബായ്.